ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്ഭുതം നിറഞ്ഞൊരു സൂറത്താണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചും ആശ്വസിപ്പിച്ചുകൊണ്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ ഇറക്കിയ ഒരു അധ്യായമാണ്. മുത്തുനബിയുടെ സന്തോഷം ആഗ്രഹിക്കുന്നത് അവിടുത്തെ മുഹിബ്ബുകളാണല്ലോ. മീലാദിൽ സന്തോഷിക്കാത്തവർക്ക്, മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കാത്തവർക്ക് എന്ത് മഹബത്ത്, അവരെന്ത് മുഹിബ്ബാണ്. ഒരിക്കലും അവർ മുഹിബ്ബുകളല്ലല്ലോ. മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചവരാണ് നിങ്ങളെങ്കിൽ, മുത്തുനബിയുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മനസ്സറിഞ്ഞ് ഈ സൂറത്തോദിക്കോ, ദുനിയാവും ആഖിറവും ലഭിക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ സമ്പത്ത് കുതിച്ചുയരും. അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ സൂറത്ത് മുൻനിർത്തി നമുക്ക് പറയാനുണ്ട്. മനസ്സിലാക്കാനും ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖൽബറിഞ്ഞ് പറഞ്ഞ ഈ അൽഹംദുലില്ലയുടെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ മനോഹരമായ ഒരു ദിവസവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളാണ് പലവിധ സങ്കടങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകളുണ്ട്, അതുപോലെ കുടുംബ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത പരാതികളും സങ്കടങ്ങളുമാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഹൃദ്യമായൊരു സൂറത്ത് നമ്മൾ പഠിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ, കുടുംബത്തിൽ കാവൽ വർദ്ധിക്കാൻ, തൊഴിലിൽ ബറക്കത്തുണ്ടാകാൻ ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായി തീരുന്ന മനോഹരമായൊരു സൂറത്തുണ്ട്. ഏതാണ് സൂറത്ത് എന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ നാൾ വഹി ഇറങ്ങിയില്ല. കുറച്ച് നാൾ വഹി വന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നില്ല. അപ്പോൾ മക്കത്തെ ഖുറൈശികൾ കളിയാക്കി, മുഹമ്മദിൻ്റെ ദൈവം എവിടെ, ഇപ്പോൾ വഹിയൊന്നുമില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അള്ളാൻ്റെ ഹബീബിന് വല്ലാതെ വേദനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നിങ്ങനെ വിഷമിച്ചിരുന്നു. ആ വിഷമത്തിൻ്റെ അവസാനമെന്നോണം അല്ലാഹു റബ്ബുൽ ആലമീൻ ഇറക്കിക്കൊടുത്തൊരു സൂറത്ത്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് ആ സൂറത്തോടു കൂടെ അള്ളാഹു മുക്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസവേളയിലൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ മുത്തുനബി സന്തോഷിച്ചതുപോലെ നമുക്കും സന്തോഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ദുഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സുബ്ഹാന അല്ലാഹ്. ഈ സൂറത്ത് അങ്ങോട്ട് ഇറങ്ങിയതോടുകൂടെ മുത്തുനബി അത്രമേൽ സന്തോഷിച്ചു എന്നുള്ളതാണ് അല്ലേ. വല്ലുഹാ, പ്രഭാതം തന്നെ സത്യം, വല്ലൈ, രാത്രിയെ തന്നെ സത്യം, ഇദാ സജാ, ആ രാത്രി ശാന്തമാകുമ്പോൾ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങയെ വിട്ടുകളഞ്ഞിട്ടില്ല നബിയെ. എന്തിനാ വിഷമിക്കണേ? കുറച്ചാൾ വഹി ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് എന്തിനാ ടെൻഷൻ അടിക്കേണ്ടത്? അള്ളാഹ് അങ്ങയെ വിട്ടുകളഞ്ഞിട്ടില്ല നബിയെ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, പരലോകമുണ്ടല്ലോ, വരാനിരിക്കുന്ന പരലോകം ഇഹലോകത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് യാ റസൂലല്ലാഹ്. അല്ലാഹു പറയാൻ, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അങ്ങേക്ക് ഞാൻ തരുന്നതാണ് നബിയെ. റസൂലുള്ളാഹിക്ക് കൊടുത്ത ഓഫറാണത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, അങ്ങ് എനിക്ക് തൃപ്തിയായി എന്ന് പറയണത് വരെ അങ്ങേക്ക് നാം തരുന്നതാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തുനബിക്ക് എപ്പോഴാണ് തൃപ്തിയാവണമെന്നറിയോ? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിലില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ എനിക്ക് തൃപ്തിയാകുമെന്നാണ്.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നെളറ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ വരുമാന മാർഗം തടസ്സപ്പെട്ടാൽ, സാമ്പത്തിക ഞെരുക്കമുണ്ടായാൽ, സാമ്പത്തികമായ ഞെരുക്കമുണ്ടായാൽ പലപ്പോഴും നമുക്ക് മുഖപ്രസന്നത ഉണ്ടാവില്ല, ഒന്ന് ചിരിക്കാൻ പറ്റില്ല, മനസ്സ് തുറന്നാരോടും വർത്തമാനം പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യമായിരിക്കും, ദാമ്പത്യത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം? എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 5 വക്ത് ഫർള് നിസ്കാരം ഉണ്ടല്ലോ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം 17 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യാം. എത്ര തവണയാണ്? 17 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക. ഇതിങ്ങനെ 11 ദിവസം പതിവായി നിങ്ങളിങ്ങനെ ചൊല്ലി നോക്കൂ, പതിവാക്കുക. 5 വക്ത് നിസ്കാര ശേഷവും ക്ലിയർ ആയിരിക്കണം, 11 ദിവസവും. ഇങ്ങനെ 11 ദിവസമാകുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികമായ പരാധീനതകളൊക്കെ പതിയെ മാറി തുടങ്ങിയതായി നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നതാണ്. അത് 11ാമത്തെ ദിവസം തന്നെ നിർത്തിക്കളയേണ്ടതുമില്ല, അതങ്ങനെ തുടരുക. ആ മാറ്റം നമുക്ക് എപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയും. ആദ്യത്തെ 11 ദിവസത്തിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം നമ്മുടെ കച്ചവടത്തിലോ നമ്മുടെ ജോലിയിലോ ബിസിനസ്സിലോ എവിടെ ആയിക്കോട്ടെ, നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്. പക്ഷെ എങ്ങനെയാണ് ഒരു ഭയങ്കര ടൈറ്റ്, ഒന്നിനും അങ്ങോട്ട് തികയണില്ല? സൂറത്തുൽ ദുഹ എങ്ങനെയാണ്? 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം 17 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മുടെ കച്ചവട ചരക്കുകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്, ചിലവായി പോകുന്നില്ല. ഇപ്പോൾ മീൻ തട്ട് ഇട്ട ആൾക്കാരുണ്ട്, മീനൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഇറച്ചി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കടയിലെ വസ്തുക്കളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നാണ്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഓരോ തവണയും ബിസ്മി ചൊല്ലിയിട്ട് 60 തവണ സൂറത്തുൽ ദുഹ മന്ത്രിക്കുക, അതിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 60 തവണ ഓതിയിട്ട് മന്ത്രിച്ചാൽ മതി. എന്നിട്ട് കച്ചവട ചരക്കുകൾക്ക് മുകളിലേക്ക് ഒരല്പം കുടഞ്ഞു കൊടുക്കുക. അത് ആ വസ്തുക്കൾ എത്രയും പെട്ടെന്ന് വിറ്റുപോകാൻ സാധ്യത ഏറെയാണെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാമല്ലോ, നഷ്ടമൊന്നുമില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആനീകമായ സുന്ദരമായ റെമഡീസ് കയ്യിലുണ്ടായിരിക്കുമ്പോൾ നമ്മളെന്തിനാ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇനി 3ാമത്തെ ഒരു ഫായ്ദ പറഞ്ഞു തരട്ടെ. പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ബന്ധുക്കൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ. അതായത് വീട്ടിൽ പൈസയുണ്ട്, കാറുണ്ട്, വലിയ ഭവനാണ്, ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംസാരമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. എന്തുണ്ട് എന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ പോയില്ലേ, അല്ലേ? സമാധാനമാണ് വേണ്ടത്. അത് ആരാ തരുന്നേ? അള്ളാഹു തരണം, വേണ്ടേ? വലിയ വീടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പല ആളുകളുടെ അവസ്ഥ അതാണ്. ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങുമ്പോൾ ഒക്കെ അടിപൊളിയാണ്, വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്നും തല്ലും വഴക്കും മാത്രമേ അതിനുള്ള സമയമുള്ളൂ. അവർക്ക് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പ്രയാസങ്ങൾ നീങ്ങാൻ, മാനസികമായ അകൽച്ചകളൊക്കെ നീങ്ങി സ്നേഹം വർദ്ധിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാം? വുളു എടുക്കുക. വുളു എടുത്തിട്ട് ഖിബ്ലക്ക് അഭിമുഖമായിരുന്ന് 11 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യാം. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എന്നോട് സ്നേഹം നൽകണേ അല്ലാ. തിരിച്ചാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം നീ നൽകണേ അല്ലാ. ഈ ദുഹ 11 തവണ ഓതുന്ന സമയത്തുണ്ടല്ലോ, നല്ല സുഗന്ധം ഉപയോഗിക്കൽ, സുഗന്ധം പുകയ്ക്കലോ അല്ലെങ്കിൽ ശരീരം കയ്യിലും ശരീരത്തുമൊക്കെ സുഗന്ധം തേച്ച് കൊടുക്കലോ പ്രത്യേകം നല്ലതാണെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. അപ്പോൾ അതും നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് ഏറ്റവും ഹൃദ്യമായൊരു കാരണമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു ഗുണം പറയുന്നുണ്ട്, ഇമാമിങ്ങൾ പറയുന്നത് കാണാം. ഒരു കുടുംബത്തിൽ എപ്പോഴും സേഫ്റ്റി ഉണ്ടാകാൻ, പ്രത്യേകിച്ച് പ്രവാസികളാണ്, ഭാര്യയും കുട്ടികളുമാണ് വീട്ടിൽ, വേറെ ആരും കൂട്ടിനില്ല, അല്ലെങ്കിൽ പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ട്, മക്കളാരുമില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ? ഉദയാസ്തമന സമയമുണ്ടല്ലോ, ഒന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം, മറ്റൊന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഈ സമയത്ത് 7 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക. രാവിലെ 7 തവണ, അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് 7 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ
വളരെ വലിയ കാവലാണ്. ശത്രുക്കളിൽ നിന്ന് കാവലാണ്, പിശാചിൽ നിന്ന് കാവലാണ്. വലിയ പ്രൊട്ടക്ഷൻ സൂറത്തുൽ ദുഹയിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ മറ്റൊരു ഹൃദ്യമായ വഴിയും കൂടെ പറയുന്നുണ്ട്. ലുഹാ നിസ്കരിക്കുന്നവരല്ലേ നമ്മൾ, ലുഹായുടെ മഹത്വമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലുഹാ നിസ്കാരത്തിന് ശേഷം 7 തവണ സൂറത്തുൽ ലുഹ പാരായണം ചെയ്യാം. ലുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് 7 തവണ സൂറത്തുൽ ലുഹ പാരായണം ചെയ്താൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ടല്ല, അതിങ്ങനെ പതിവാക്കുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കതിലൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്ര വലിയൊരു അമൂല്യമായ നിധി നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ എന്തിനത് ചിലവാക്കാതിരിക്കണം, ഇല്ലേ? നമുക്കത് ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ മജ്ലിസ് വളരെ ചെറിയ മജ്ലിസാണ്. എന്നാൽ നിങ്ങൾക്കത് ഹൃദ്യമായൊരു ഇൽമ് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് മുത്ത് ഹബീബിന്റെ മദ്ഹ് ചൊല്ലാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. بشهر ربيع قد بدا نوره الأعلى فيا حبذا بدر بذاك الحيما يجلى. الله 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 عليه توكلوا أنارت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا. الله 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 عليه توكلوا وألبس ثوب النور عزا ورفعة فما مثله في خلعة الحسن يستجلى. الله 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 عليه توكلوا. ولما رآه البدر حار لحزنه وشاهد منه بهجة تسلب العقلا. الله 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 عليه توكلوا. وأطفئ نور الشمس من نور وجهه فلله ما أبهى ولله ما أحلى. الله 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 عليه توكلوا. آيا مولد المختار جدت شوقنا إلى خير مبعوث جليل حوى الفضل. صلاة وتسليم وأزكى تحياتي على المصطفى
المصطفى المختار خير البرية وسعدا مقيما بافتخار بمولدي له خبر عن حسنه أبدا يتلى صلاة وتسليم على المصطفى المختار خير البرية سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به شملا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية عليه صلاة الله محبة الصبا وما صار حد نياقيل المعنى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ-റഹീമായ കരുണക്കടലായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും യാ റബ്ബനാ സ്വലാത്തുകൾ ചൊല്ലിയതും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഖൽബുകൾ പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നീ നന്നാക്കണയല്ല, നിസ്കാരമുള്ള സ്വാലിഹീങ്ങളാക്കണയല്ല, പൊന്നുമക്കളെ ആബിദീങ്ങളാക്കണയല്ല, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണയല്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും അതുപോലെ മറ്റു മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിക്കായി വിദേശ ലോകത്തേക്ക് പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. യാ റബ്ബനാ ഹൈറായ തൊഴിൽ നീ നൽകണയല്ല, തടസ്സങ്ങളെല്ലാം നീക്കണയല്ല, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. റഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ ശിഫാ നൽകണയല്ല, ആജിലായ ശമനം നൽകണയല്ല, സ്വാലിഹീങ്ങളിൽ പെടുത്തണയല്ല. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ സൗഖ്യം നൽകണയല്ല, പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല, പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല. റഹമുർ-റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, യാ റബ്ബനാ, പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേയല്ല, ഖബറിടം പ്രകാശപൂരിതമാക്കണേയല്ല. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേയല്ല.
ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.